രാത്രി കൊണ്ട് എന്തൊക്കെ അത്ഭുതങ്ങളാ സംഭവിച്ചത് അല്ലേ യോഗിനിയമ്മേ? അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഞൊടിയുടെ പോരെ വേദക്കുട്ടി. ദേവന്മാർ ക്ഷിപ്രപ്രസാദികളും ക്ഷിപ്രകോപികളുമാണ്. ഭക്തന്റെ മുന്നിൽ പ്രസാദിക്കുകയും ചെയ്യും, ശത്രുവിന്റെ മുന്നിൽ പെട്ടെന്ന് കോപിഷ്ഠനാവുകയും ചെയ്യും. അതെന്താ ഞങ്ങളെ രക്ഷിച്ചു കഴിഞ്ഞിട്ട് ശിവഭഗവാൻ കാട്ടാള വേഷത്തിൽ തന്നെ ഞങ്ങളുടെ മുൻപിൽ നിൽക്കാതിരുന്നത്? എന്താ പെട്ടെന്ന് തന്നെ ശിവലിംഗമായി മാറിയത്? കുഞ്ഞിപ്പെണ്ണിന്റെ വീട്ടിൽ വേദക്കുട്ടി പ്രതിഷ്ഠിച്ചത് ശിവലിംഗമല്ലേ? അതെ. അതിനു മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശിവരൂപം അതല്ലേ നിങ്ങൾക്ക്? അതെ. അപ്പോൾ ഭഗവാന് മനസ്സിലായി കാണും നിങ്ങൾക്ക് മുന്നിൽ അങ്ങനെയാണ് കൂടെയിരിക്കേണ്ടതെന്ന്. ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ എല്ലാ പേടിയും പോയില്ലേ രണ്ടുപേർക്കും? ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു. യോഗിനിയമ്മയെ കുറിച്ചുള്ള എന്റെ സംശയം കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. എന്നെ സംശയമോ? കൊടുങ്കാട്ടിൽ പേടിയില്ല. ഞങ്ങൾക്ക് ചുറ്റും പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി ലക്ഷ്മണ രേഖ പോലെ കാലുകൊണ്ട് വരയ്ക്കുന്നു. മല്ലിയമ്മയെ തിരഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇതൊക്കെ മനുഷ്യസാധ്യമായ കാര്യങ്ങളാണോ? ഞാൻ ദേവിയാണെന്നാണോ? എനിക്കും കുഞ്ഞു പെണ്ണിനും സംശയമുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ കരുതിക്കോളൂ. പക്ഷേ യോഗിനി അമ്മയ്ക്ക് എന്താ കൂടുതൽ ഇഷ്ടമെന്ന് അറിയാമോ? വേദക്കുട്ടിയും കുഞ്ഞിപ്പെണ്ണും യോഗിനി അമ്മയെ കൂട്ടുകാരിയായി കാണുന്നതാണ്. ഞങ്ങൾ അങ്ങനെയല്ലേ കാണുള്ളൂ, ഞങ്ങളുടെ കളിക്കൂട്ടുകാരിയായിട്ട്. പിന്നെ വീട്ടിലെത്തുമ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയണ്ട. അതെന്താ? നടന്ന അത്ഭുതങ്ങളൊക്കെ അച്ഛനും അറിയണ്ടേ? ഇപ്പോൾ പറയണ്ടെന്നേ ഉള്ളൂ. പെട്ടെന്ന് കേൾക്കുമ്പോൾ പരിഭ്രമിക്കും. നാളെ അച്ഛന്റെ കൂടെ ഇരുന്ന് നടന്ന എല്ലാ കാര്യങ്ങളും അച്ഛന് പറഞ്ഞു കൊടുക്കണം. ശരി യോഗിനിയമ്മേ. മല്ലിയമ്മയെ ദ്രോഹിച്ചവർക്ക് ശിക്ഷ കൊടുക്കോ? അതൊക്കെ ഭഗവാനോട് പറഞ്ഞോളൂ, ഭഗവാൻ ചെയ്തോളൂ. ഞാനും കുഞ്ഞുപെണ്ണും പ്രാർത്ഥിക്കും, ഭഗവാനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യും. വേദക്കുട്ടി നല്ല അറിവുള്ളവളാ. ആരോടും വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കണ്ട. തെറ്റ് ചെയ്യുന്നവരോട് കയർക്കുന്നതിനേക്കാൾ നല്ലത് അവരെ തിരുത്താൻ ശ്രമിക്കുന്നതാണ്. എന്നിട്ടും വഴങ്ങുന്നില്ലെങ്കിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കണം. ഏത് വഴിക്കായാലും അവരെ തിരുത്തണം. ഈശ്വരൻ വിധിക്കാത്ത ശിക്ഷ മനുഷ്യന് നടപ്പാക്കാൻ പറ്റില്ല കേട്ടോ. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് ഒരു ക്രമമുണ്ട്. അതിന്റെ താളം തെറ്റുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളും ഉണ്ടാകും. സുധാംശുവിനെ ഏട്ടൻ തമ്പുരാൻ ഭീഷണിപ്പെടുത്തി. മല്ലിയെ കൊല്ലാൻ സഹായിച്ചില്ലെങ്കിൽ അയാളെ ദേശദ്രോഹിയായി പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞു. ഏട്ടൻ തമ്പുരാൻ രാജാവിന്റെ അധികാരങ്ങൾ എടുത്തു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയല്ലേ ഏട്ടത്തി? എനിക്കിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ തന്നെ നാണക്കേട് തോന്നുന്നു. അനുജൻ തമ്പുരാൻ ഒരു കാര്യം ചെയ്യൂ. തീരുമാനം അല്പം കടുത്തതാണെങ്കിലും കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കൂ. അല്ലാതെ ഇതിന് വേറൊരു മാർഗം എനിക്ക് തോന്നുന്നില്ല. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഏട്ടൻ തമ്പുരാൻ എവിടെ പോയി? ഇങ്ങോട്ട് തിരിച്ചെത്തിയില്ലല്ലോ. അറിയില്ല. ഒരുപക്ഷെ ഈ തോൽവിയോടെ ദേശമംഗലത്ത് നിന്ന് അദ്ദേഹത്തിന് പോകാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെന്നേ ഞാൻ പറയൂ. ഇക്കാര്യത്തിൽ തമ്പുരാൻ ഇനിയൊരു വ്യക്തമായ തീരുമാനം എടുത്തേ പറ്റൂ. നീണ്ടു പോകും തോറും ഇത് അപകടമാണ്. ഏട്ടൻ തമ്പുരാൻ തിരിച്ചെത്തട്ടെ. പറയാനുള്ളത് വ്യക്തമായി പറയാൻ തന്നെ നാം തീരുമാനിച്ചിട്ടുണ്ട്. തമ്പുരാൻ, കാട്ടിൽ വിറകെടുക്കാൻ പോയ ചില സ്ത്രീകൾ ചിത്രവാന തമ്പുരാനെ അവിടെ വെച്ച് കണ്ടു. അവർ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. തമ്പുരാൻ ഉണരുന്നില്ലെന്നാണ് പറയുന്നത്. എത്രയും വേഗം നിങ്ങൾ പുറപ്പെടൂ. ഏട്ടൻ തമ്പുരാനെ എങ്ങനെ ഇവിടെ എത്തിച്ചേ പറ്റൂ? കൽപ്പന പോലെ. വിളിച്ചുണർത്തിയിട്ടും ഉണരുന്നില്ലെന്ന് പറഞ്ഞാൽ ദേശമംഗലത്തിനും അവിടുത്തെ തമ്പുരാനും വേണ്ടി രാവ് മുഴുവൻ അധ്വാനിച്ചതല്ലേ? അതിന്റെ ക്ഷീണമായിരിക്കും ഏട്ടൻ തമ്പുരാനും. നാണക്കേടിന് അറുതിയില്ലാതായിരിക്കുന്നു. ഇന്ന് ഏട്ടൻ തമ്പുരാൻ പരിഹാസ്യപാത്രമാകുന്നത് പോലെ നാളെ നാമും അങ്ങനെയാകും. കഷ്ടം. നാം വിലയ്ക്ക് വാങ്ങിച്ച ദുരന്തം. അതാണ് സത്യം. അമ്മേ, ഗംഗാദത്ത, എഴുന്നേൽക്കൂ.
കുടിക്കൂ. വേണ്ട. തുളസി കഷായമാണ്, കുടിക്കൂ. ദാ. മതി. വല്ലാതെ കുളിരുന്നുണ്ടല്ലേ? അതെ, പെട്ടെന്ന് എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. ജ്വരം പലയിടത്തും പടർന്നു പിടിച്ചിട്ടുണ്ട്. പലയിടത്തും യാത്ര ചെയ്യുന്നതല്ലേ, എവിടെ നിന്നെങ്കിലും കിട്ടിയതായിരിക്കും. പ്രേമത എന്റെ അടുത്ത് വന്ന് ഇരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് കുഴപ്പമില്ല. എന്തായാലും വന്നു പോയല്ലോ. അസുഖം വന്ന ഒരാളെ പരിചരിക്കുന്നതിന് ആരെങ്കിലും വേണ്ടേ? ദാ വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങി. നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോളൂ. കുറച്ച് കഴിയുമ്പോൾ ജ്വരത്തിന് കുറവുണ്ടാവും. ദേഹം വല്ലാതെ വേദനിക്കുന്നു, എവിടേക്കോ കൊളുത്തി വലിക്കുന്നത് പോലെ. ജ്വരം കടുത്തതാണ്. വിശ്രമിക്കല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഗുരു, അച്ഛൻ എത്തിയിട്ടില്ല. വന്നിട്ട് വേണം വൈദ്യശാലയിൽ പോയി മരുന്ന് വാങ്ങിക്കാൻ. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട. മനുഷ്യർ പരസ്പരം ബുദ്ധിമുട്ടാതെ എങ്ങനെയാണ് എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കുന്നത്? മറ്റൊന്നും ആലോചിക്കാതെ സുഖമായി കിടക്കൂ. എന്താ, പേടിയുണ്ടോ? ഇല്ല. പക്ഷേ കാണുന്നവർക്ക് അങ്ങനെ തോന്നും. ഞാനിവിടെ അടുത്ത് തന്നെയുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വേദക്കുട്ടി, ഇന്നലെ മോളുടെ അച്ഛൻ എപ്പോഴാ വന്നത്? ഞാനും യോഗിനമ്മയും കൂടെ അവിടെ എത്തുമ്പോ അച്ഛൻ വന്നിട്ടില്ലായിരുന്നു. പിന്നെ അച്ഛൻ വരുന്നത് വരെ യോഗിനമ്മ എനിക്ക് കൂട്ടിരുന്നു. അച്ഛൻ വന്നപ്പോഴാ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞത്. എന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞത്? അച്ഛൻ പറയുകയാ, മല്ലിയമ്മയ്ക്കും കുഞ്ഞിക്കും ദൈവാനുഗ്രഹം വേണ്ടോളം ഉണ്ടെന്ന്. ഭഗവാൻ ഇത്രയും സ്നേഹിക്കുന്ന ആളുകളെ അച്ഛൻ കണ്ടിട്ടേ ഇല്ലെന്ന്. ഇനി എവിടെയാണ് പണിക്ക് പോവാന്നാ ചിന്തിക്കുന്നത്? ഒരിടത്തും കിട്ടാൻ വഴിയില്ല. അതെന്താ? ചിത്രഭാനു തമ്പുരാൻ എല്ലായിടത്തും വിലക്കും. ഞാൻ അച്ഛൻ തിരുമേനോട് പറയാം, എവിടെയെങ്കിലും മല്ലിയമ്മയ്ക്ക് പറ്റിയ ഒരു വേല അന്വേഷിക്കാൻ. വേണ്ട മോളെ, അച്ഛൻ തിരുമേനിക്ക് അതൊരു ബുദ്ധിമുട്ടാകും. അതൊന്നുമില്ല, അച്ഛൻ തിരുമേനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. അല്ലാതെ എങ്ങനെയാ കുഞ്ഞിപ്പെണ്ണിനും മല്ലിയമ്മയ്ക്കും ജീവിക്കാൻ പറ്റുന്നത്? വേദക്കുട്ടി, ഭഗവാനോട് പറഞ്ഞാൽ അമ്മയ്ക്ക് വേല കിട്ടുമോ? പിന്നെ അതിനെന്താ സംശയം കുഞ്ഞിപ്പെണ്ണെ? എന്തായാലും വേല കിട്ടും. എന്നാലമ്മ പേടിക്കണ്ട കേട്ടോ. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച് എല്ലാം ശരിയാക്കി തന്നോളാം. ഭഗവാനെ ഒരുപാട് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അല്ലേ വേദക്കുട്ടി? അത് ശരിയാ. നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാന് നന്നായിട്ട് അറിയുന്നതല്ലേ. അപ്പോ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് വെറുതെ നിന്നാൽ മാത്രം മതി. നമ്മുടെ മനസ്സിൽ എന്താണെന്നും നമുക്ക് വേണ്ടത് എന്താണെന്നും ഭഗവാന് മനസ്സിലാവും. കുഞ്ഞിപ്പെണ്ണ് പേടിക്കണ്ട, മല്ലിയമ്മയ്ക്ക് ഇപ്പൊ ഉണ്ടായിരുന്നതിനേക്കാളും നല്ല വേല കിട്ടും. അച്ഛാ, ഗംഗാധത്തിന് ജ്വരമാണ്. പെട്ടെന്ന് ഇതെന്താ സംഭവിച്ചത്? ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എവിടെ അയാള്? ഞാൻ തുളസി കഷായം ഇട്ടുകൊടുത്തു. വിയർക്കുമ്പോൾ ജ്വരം വിട്ടുമാറുമെന്ന് കരുതി, പക്ഷെ കുറവില്ല. വരൂ നോക്കാം. ഗംഗാധത്തൻ, ഗംഗാധത്തൻ. ദേഹം ആകെ കുളിരുന്നു, സന്ധികളെല്ലാം വേദനിക്കുന്നു, ഒട്ടും വയ്യ. അച്ഛാ, വൈദ്യശാലയിൽ നിന്ന് മരുന്ന് വാങ്ങണം. ഞാൻ പോയിട്ട് വരാം. വേണ്ട മോളെ, മോൾ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി വരാം. ഗുരുനാഥൻ പോയി ബുദ്ധിമുട്ടണ്ട, ഇത് ചിലപ്പോ കുറച്ചു കഴിയുമ്പോൾ മാറുമായിരിക്കും. പരീക്ഷിക്കാൻ നിൽക്കണ്ട, ഒന്ന് പോയി വരുന്ന കാര്യമല്ലേ ഉള്ളൂ.
ഞാൻ പോയി വരാം. ഉണർന്നിരിക്കണമെന്നുണ്ട്. എനിക്കാവുന്നില്ല. എങ്കിൽ കിടന്നോളൂ. എനിക്കൊരു ചെറിയ പനി വന്നാൽ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും അതേ ഇരിപ്പിൽ തന്നെ ഉണ്ടാവും. പാവം. അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കാവലുണ്ട്. കിടന്നോളൂ. ഏട്ടൻ തമ്പുരാൻ ഉണർന്നോ? ഇല്ല, പലവട്ടം വിളിച്ചു. ഗാഠമായ ഉറക്കം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ? തമ്പുരാനോട് പറഞ്ഞ് വൈദ്യന്മാരെ വിളിപ്പിക്കാൻ പറയാം. വേണ്ട, ഈ ഉറക്കം അദ്ദേഹത്തിന് കിട്ടിയ ദൈവശിക്ഷയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഉണർന്നിരിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് നല്ലതൊന്നും ചിന്തിക്കാത്ത ആൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്. ഏട്ടത്തെ വിഷമിക്കാതിരുന്നോളൂ. കുറച്ചു കഴിയുമ്പോ ഏട്ടൻ തമ്പുരാൻ ഉണർന്നോളൂ. എന്താ? ഏട്ടൻ തമ്പുരാൻ വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല. ഇനി വൈദ്യശ്രേഷ്ഠന്മാരെ വിളിക്കണോ അതോ ജോത്സ്യനെയോ? കുറച്ചു സമയം കൂടി നോക്കാം, എന്നിട്ടാവും തീരുമാനം. എന്തായാലും അനുജൻ തമ്പുരാൻ, അദ്ദേഹത്തിന് എന്ത് പറ്റിയതാണെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. പക്ഷെ അതിനേക്കാൾ അദ്ദേഹം ഉണർന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് ഏട്ടത്തി, അഭിപ്രായ വ്യത്യാസങ്ങൾ എത്ര ഉണ്ടായാലും അത് നമ്മുടെ ഏട്ടൻ തമ്പുരാനാണ്. അത് നമുക്ക് മറക്കാനാകില്ല. ഏട്ടൻ തമ്പുരാന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടതൊക്കെ നാം ചെയ്തിരിക്കും. ഇനിയെങ്കിലും ദൈവനിഷേധം നടത്താൻ അദ്ദേഹത്തിന് തോന്നാതിരിക്കട്ടെ. മോളെ, എന്താ അച്ഛാ, മരുന്ന് കിട്ടിയോ? വൈദ്യർ അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം കാക്കേണ്ടി വന്നു. എന്നിട്ട് കിട്ടി. ജ്വരം കൂടുകയാണെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്നു നോക്കും. ആ, വരൂ. ഗംഗാദത്ത, എഴുന്നേൽക്കൂ. ജ്വരം പലയിടത്തും പടർന്നു പിടിച്ചിട്ടുണ്ട്. വൈദ്യര് നല്ല തിരക്കിലാണ്. നാളെ കുറവില്ലെങ്കിൽ അദ്ദേഹം വന്ന് നോക്കുകയും ചെയ്യും. കുറയും, ഉറപ്പാണ്. ചേച്ചി, വേദക്കുട്ടി അകത്തേക്ക് കയറണ്ട. ഗംഗാദത്തിന് ജ്വരമാണ്, ചിലപ്പോൾ പകരും. ഗുരുനാഥൻ വൈദ്യരുടെ അടുത്തേക്ക് പോയപ്പോൾ വഴിയിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു. എന്നോട് പറഞ്ഞു, ഏട്ടൻ കിടക്കുകയാണോ? ഏട്ടന് സുഖമില്ലെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പൂജിച്ച് തന്നുവിട്ടതാണ്. ഇത് നെറ്റിയിലിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഏട്ടന് പെട്ടെന്ന് സുഖമാവും. പൂജ നടത്താൻ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. വേദക്കുട്ടി പോയിക്കോളൂ. ഏട്ടനോട് പറയണേ ഞാൻ വന്നിരുന്നു എന്ന്. വേദക്കുട്ടിയുടെ അച്ഛൻ തിരുമേനി കൊടുത്തയച്ചതാണ്. ഇത് നെറ്റിയിലിടണം. ഗംഗാദത്തിന് വയ്യെന്ന് കേട്ടപ്പോ വേദക്കുട്ടിയുടെ പരിഭ്രമം ഒന്ന് കാണണമായിരുന്നു. ഒന്നും പറയാതെ ഒരൊറ്റ ഓട്ടമായിരുന്നു ആ കുട്ടി. ഗംഗാദത്തിന് ഇഷ്ടമാണ് വേദക്കുട്ടിക്ക്. ഏട്ടനെ കുറിച്ച് എപ്പോഴും പറയും എന്നോട്. എല്ലാവരും എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നു, അതാ ഒരു സങ്കടം. ആ സങ്കടം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മരുന്ന് കഴിച്ചു, പ്രസാദവും ഇട്ടു. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അല്ലേ അച്ഛാ? കിടന്നോളൂ.
അയാളുടെ അമ്മയെ അറിയിക്കണോ? വേണ്ട അച്ഛാ, വല്ലാതെ പരിഭ്രമിക്കും. അടുത്ത് വന്നിരുന്ന് കരയാമെന്നല്ലാതെ ആ പാവം എന്ത് ചെയ്യാനാണ്? ഉം. ഒരു ദിവസം കൂടി നോക്കാം അല്ലേ? ഒന്നും പറ്റില്ല. നമ്മളൊക്കെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നില്ലേ? ഉം. എന്റെ ദേവി, എന്താ ഇത്? കൊട്ടാരത്തിലും കാട്ടിലും ഒക്കെ ചിത്രഭാനു തമ്പുരാൻ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, ഇതിപ്പോ എന്ത് ചെയ്യാനാ? ഇവിടെ ഇപ്പോഴാണെങ്കിൽ ആരെയും വിളിച്ചിട്ട് കിട്ടാനുമില്ല. തമ്പുരാനെ, തമ്പുരാനെ! തമ്പുരാനെ, തമ്പുരാനെ, തമ്പുരാനെ! തമ്പുരാനെ, തമ്പുരാൻ കിടക്കുന്നത് എന്റെ കുടിയില്ല. എഴുന്നേറ്റ് പോകാൻ നോക്ക്. തമ്പുരാൻ വഴിതെറ്റി വന്നതാണോ? അല്ല, മല്ലിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാലോ. ചിത്രഭാനു തമ്പുരാൻ എവിടെ കിടന്നുറങ്ങിയാലും ആർക്കും ഒരു സന്ദേഹമില്ല. കാരണം എന്താ? ചിത്രഭാനു തമ്പുരാൻ അസുഖവാ. എപ്പോഴും ഉറങ്ങുന്ന അസുഖം. പക്ഷെ മല്ലിയോട് മാത്രം എനിക്കിപ്പോ അങ്ങനെ ഒരു അസുഖയില്ല. തമ്പ്ര, കുടിയിന്നിറങ്ങ്. അയിത്തം നോക്കാതെ നാം ഈ കുടിയിലേക്ക് കേറിയിട്ടുണ്ടെങ്കിൽ ആഗ്രഹിച്ച് സാധിച്ചിട്ടേ മടങ്ങും. അതല്ല, ഇതെന്റെ കുടിലാണ് എന്ന് മല്ലി പറഞ്ഞാൽ ദേശമംഗലം എന്റെ രാജ്യമാണ്, ഇവിടെ നിന്നിറങ്ങാൻ എനിക്ക് നിന്നോട് പറയേണ്ടി വരും. അങ്ങ് എന്താണ് ഈ പറയുന്നത്? നീയും നിന്റെ മോളും നമ്മുടെ ശത്രുക്കളാ. ആ കണ്ണിലൂടെയാണ് നാം നിന്നെ നോക്കിയിരുന്നത്. പക്ഷെ അപ്പോഴേക്ക് നിന്റെ ഈ സൗന്ദര്യം എന്റെ കണ്ണിൽ ഉടക്കിപ്പോയി. തമ്പ്ര, നിന്റെ ഈ കോലമൊക്കെ മാറ്റി ആടയാഭരണങ്ങളൊക്കെ അണിയിച്ചു നിർത്തിയ അയ്യോ, നിന്നെ വെല്ലാൻ ഒരു പെണ്ണും ഈ ദേശമംഗലത്തുണ്ടാവില്ല. അതറിയോ നിനക്ക്? എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് തമ്പ്ര. ഇത് നിന്റെ വിവരക്കുറവ്. ഇനി മുതൽ ദേശമംഗലത്ത് നിന്നെ ആരും ചോദ്യം ചെയ്യില്ല. നിനക്കും നിന്റെ മകൾക്കും ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം, ഇഷ്ടം പോലെ നടക്കാം. കാരണം എന്താ? എന്താ വലിയ കാരണം? നീയേ ചിത്രഭാനു തമ്പുരാന് ഇഷ്ടപ്പെട്ട പെണ്ണ. തമ്പ്രാനെ, അടിയനും അടിയന്റെ മോളും സമാധാനത്തോടുകൂടി ഇവിടെ ജീവിക്കുകയാണ്. ഉപദ്രവിക്കരുത്. ഭർത്താവില്ലാത്ത നീ, മോഹം തോന്നിയ നാം ആരുമില്ലാത്ത ഈ വേളയിൽ ഒരുമിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം മല്ലി? വരൂ. തമ്പ്രാനെ, തമ്പ്രൻ പുറത്തു പോകാൻ. പുറത്ത് പോകാനാ പറഞ്ഞത്. ആരെ കേൾപ്പിക്കാനാടി നീ ഈ ശീലാവധി ചമയണത്? ചിത്രഭാനുവിന്റെ ആഗ്രഹം സാധിച്ച് സന്തോഷത്തോടെ പുറത്തിറങ്ങിയാൽ നീ ഇന്നു മുതൽ ദേശമംഗലത്തെ ഏറ്റവും ശക്തിയുള്ള പ്രജയാണ്. അതല്ല മറിച്ചാണെങ്കിൽ ഒന്നുകളഞ്ഞ
എന്റെ ദേഹത്ത് ഒരു മനുഷ്യനെ തൊട്ടിട്ടുള്ളൂ. എന്റെ ദേവൻ, എന്റെ കുഞ്ഞിയുടെ അച്ഛൻ. ഇനിയൊരാൾ ഈ ദേഹത്ത് തൊട്ടാൽ ആ കൈവട്ടി അരിയും ഞാൻ. അത് തമ്പ്രാനായാലും. നാവിന്റെ ശൗര്യത്തിന് ഒരു കുറവുമില്ല. ശൗര്യമുള്ളൊരുത്തെ കീഴടക്കുമ്പോ അതിനൊരു ഉന്മാദമുണ്ട്. അത് മതി എനിക്ക്. തൊടുമോടി. നിഷേധിച്ചാൽ ആദ്യം കൊല്ലുന്നത് നിന്റെ കുഞ്ഞിനെ ആയിരിക്കും. അതും നിന്റെ കൺമുമ്പിലിട്ട് കഴുത്ത് ഞെരിച്ച് ഞെരിച്ച് കൊല്ലും. അത് കഴിഞ്ഞിട്ടേ നിനക്കുള്ള ശിക്ഷ നാം നടപ്പാക്കൂ. എടി, ചിത്രഭാനു തമ്പുരാൻ ആഗ്രഹമുണ്ടാകാനുള്ള ഒരു മേനി അഴകുണ്ടായതിൽ എടി അഭിമാനിക്കടി വേണ്ടത്. തമ്പ്ര വിടാനാണ് പറയുന്നത്. വിടാൻ, വിടാനാ പറയുന്നത്. വിടാൻ.